അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ അഭിനന്ദനായ അധ്യക്ഷൻ ബഹുമാന്യരായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളെ, അഭിനന്ദനായ സുന്നി യുവ നേതാവ് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അവറുകളെ, ഈ വേദിയിൽ സന്നിഹിതരായ അബ്ദുൽ ബാരി ബാക്കവി ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ തഖിയുദ്ദീൻ ഹൈതമി ഉസ്താദ് അടങ്ങുന്ന പണ്ഡിത നേതാക്കളെ, ഈ സദസ്സിലുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണവന്മാരെ, സ്നേഹമിത്രങ്ങളെ, വളരെ പരിമിതമായ ഒരു സമയത്തിനകം വളരെ ഗഹനമായ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നിരുന്നാലും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സൂചനകൾ മാത്രം ഈ പ്രബുദ്ധമായ സദസ്സിന് കൈമാറുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. തബ്ലീഗിസം നവോത്ഥാനമല്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് അനുഗ്രഹീത യുവ പണ്ഡിതനും കൃതാർത്ഥഹസ്തനായ തൂലികാകാരനുമായ നമ്മുടെ ദാരിമികളുടെ അഭിമാനം കൂടിയായ MT അബൂബക്കർ ദാരിമി ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇതൊരു കേവലം മൗലികമായ ഗവേഷണമോ പഠനമോ അല്ല, മറിച്ച് ഏതാനും കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകമായ ദേവ്ബന്ദി പണ്ഡിതന്മാർ നവോത്ഥാന നായകന്മാർ എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിനുള്ള പൊളിച്ചെഴുത്തും മറുപടിയുമാണ് ഈ ഹ്രസ്വമെങ്കിലും ബഹുലമായ ഈ സമഗ്ര കൃതി എന്ന് ഈ ബഹുമാനപ്പെട്ട സദസ്സിനെ ഞാൻ ഉണർത്തുകയാണ്. ഈ പുസ്തകത്തിന്റെ ആനുകാലികമായ പ്രസക്തി ഏതാണെന്ന് ചോദിച്ചാൽ, ധാരാളം നവോത്ഥാനവാദികളും പുത്തൻവാദികളും തിങ്ങി നിറഞ്ഞ കേരളീയ സാമുദായിക അന്തരീക്ഷത്തിൽ ഇനിയും കൂടുതൽ പരിചയപ്പെടുത്തപ്പെടേണ്ടതും എന്നല്ല അപകട വശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുരുതരവും ഗൗരവതരവുമായ ആലോചനകൾ നടക്കേണ്ടതുമായ ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ധാരാളം സുന്നി സഹോദരന്മാർ പോലും, വിശിഷ്യ അഭ്യസ്തവിദ്യരും ധനാഢ്യന്മാരുമായ ധാരാളം സുന്നി പ്രാസ്ഥാനിക ബന്ധുക്കൾ പോലും തബ്ലീഗ് ജമാഅത്തിനെന്തിനാണ്, അവരെ എന്തിനാണ് നാം ഇത്ര നഖശികാന്തം എതിർക്കുന്നത് എന്നും അവർക്കെന്താണ് ആദർശപരമായി കുഴപ്പമെന്നും ചോദിച്ചു തുടങ്ങുന്ന ബീഭത്സകരമായ ഒരു ആദർശ പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടി വരികയാണ്. 1950-60കളിൽ കേരളത്തിന്റെ പല ഭാഗത്തും തബ്ലീഗ് ജമാഅത്തിന്റെ വളരെ ശക്തമായ പ്രചരണം കൊടുമ്പിരിക്കൊണ്ട സാഹചര്യത്തിൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായിരുന്ന ഗജകേസരികളുടെ ഗുരുവര്യന്മാരായ ചാലിലകത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ പോലോത്ത, കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലോത്ത, ധാരാളം വെല്ലൂരി പണ്ഡിതന്മാരെ പോലോത്ത അഗ്രേസരന്മാരെ ഷിയാചാരന്മാരായി മുദ്രകുത്തിയ ഒരു സാഹചര്യത്തിൽ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത മുഷാവറ തബ്ലീഗ് ജമാഅത്ത് പുത്തൻവാദമാണെന്നും തബ്ലീഗ് ജമാഅത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശ ആശയങ്ങളോട് യോജിക്കാത്ത ഇസ്ലാമിക വിരുദ്ധമായ ജൽപ്പനങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണെന്നും ഫത്വ ഇറക്കുകയായിരുന്നു. അതിൽ പിന്നെ കേരളത്തിന്റെ മുസ്ലിം പൊതുധാരയിൽ നിന്ന് തബ്ലീഗ് ജമാഅത്ത് മാറ്റി നിർത്തപ്പെട്ടു. തബ്ലീഗ് ജമാഅത്തിന് അയിത്തം കൽപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞെന്നോണം 1990കളുടെ തുടക്കത്തിൽ ക്രിസ്ത്യൻ മിഷനറി സംഘത്തെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ ഇടയിലേക്ക് രണ്ടാമത് അവർ രംഗപ്രവേശത്തിന് വേണ്ടി മുതിരുന്നത്. അതിന്റെ ഗുരുതരമായ വാദഗതികളും അതിന്റെ ഗുരുതരമായ അവസ്ഥാവിശേഷങ്ങളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ സാഹചര്യത്തിൽ ഓർത്തുകൊള്ളട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഇബാദിന്റെ നേതാവുമായ ആസിഫ് ദാരിമി ഈ അടുത്ത ദിവസം നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. പല സുഹൃത്തുക്കളും ഓർക്കുന്നുണ്ടാകും. കേരളത്തിൽ ദഅവത്തിന്റെ മേഖലയിൽ സജീവ സാന്നിധ്യമായ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ആധുനിക മുസ്ലിം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ആദർശപരമായ വെല്ലുവിളി ഒന്ന് ക്രിസ്ത്യൻ മിഷനറിയും മറ്റൊന്ന് തബ്ലീഗ് ജമാഅത്തുമാണെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയുണ്ടായി. അതിൽ ആദ്യ ഭാഗം ഞാൻ മാറ്റിവെക്കട്ടെ. രണ്ടാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കടകളിലും വീടുകളിലും കവലകളിലും ഇടങ്ങളിലും വേദികളിലും കയറിച്ചെന്ന് സുസ്മേരവദനന്മാരായി പുഞ്ചിരിച്ച് അവരുടെ ആദർശത്തിന്റെ അപകടകരമായ വശം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് സൗഹൃദം സ്ഥാപിച്ച് അവരോടൊപ്പം നമ്മെ ചങ്ങാതികളാക്കി മാറ്റി അവസാനം അവസരം കിട്ടുമ്പോ അവരുടെ ആദർശത്തിന്റെ തനിനിറം പുറത്തു കാട്ടുന്ന വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം മെഡിക്കൽ വിദ്യാർത്ഥികൾ തബ്ലീഗ് ജമാഅത്തിന്റെ പിൻഗാമികളാണ്. ഗുരുതരമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രൊഫഷണലിസ്റ്റുകൾ തബ്ലീഗ് ജമാഅത്തിന്റെ സൈറ്റ് നിത്യം സന്ദർശിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ദൈക്ഷണികമായി നിലവാരം പുലർത്തുകയും ചെയ്യുന്ന യുവസമൂഹത്തെ മുഴുവനും ബ്രെയിൻ വാഷ് ചെയ്ത് കൂടക്കൂട്ടുമാർ വളരെ സജീവമായ മിഷനറി പ്രവർത്തനം ചെയ്യുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ ഈ അസുഖകരമായ പ്രയാണത്തിന് മൂക്കുകയറിടാൻ ആദർശത്തിന്റെ ഗോതയിൽ നിന്ന് ആധികാരികമായ ഒരു ശബ്ദം ഉയരേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ അഭിവന്യ പണ്ഡിത നേതാവായ യുവ പണ്ഡിതനായ MT അബൂബക്കർ ദാരിമിയെ പോലത്തെ ഒരാളെ ഇவ்விധം ഒരു രചനയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചതും അതിനുവേണ്ടി അദ്ദേഹത്തിന് പ്രചോദനമായതും. ആ സാഹചര്യത്തെ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ജാമിയ ദാറുസ്സലാമിലെ വളരെ ശ്രദ്ധേയമായ സമന്വയ വിദ്യാഭ്യാസ വേദിയായ ദാറുസ്സലാം ദാവ കോളേജിലെ വിദ്യാർത്ഥി വിഭാഗം, പ്രസാധക വിഭാഗം ബുസ്താൻ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ ആ വിഷയം ധരിപ്പിച്ച് തഖിയുദ്ദീൻ ഉസ്താദിന്റെ മേൽനോട്ടത്തിലും പ്രത്യേക താൽപര്യത്തിലും തന്നെ അദ്ദേഹത്തിനെ ആ വിഷയം ഏൽപ്പിച്ച് അത് ഒരു ഗ്രന്ഥരൂപത്തിൽ ഇവിടെ നമുക്ക് മുമ്പാകെ സാക്ഷാത്കൃതമായിരിക്കുകയാണ്. ഈ ഗ്രന്ഥം വളരെ വിന്യാന്വിതമായി ഈ സ്ഥാപനത്തിന്റെ ഈ പ്രസാധക വിഭാഗത്തിന്റെ ഒരെളിയ സേവകൻ എന്നുള്ള നിലയിൽ ഈ സുന്നി സാഹിത്യ ലോകത്തിനും അക്ഷരസ്നേഹികളായ മലയാള സാമാജികത്തിന് മൊത്തത്തിലും സമർപ്പിച്ചുകൊണ്ട് അധികം ഏറെ വാക്ക് പറഞ്ഞു പോയെങ്കിൽ ബഹുമാന്യരായ നേതൃത്വം അത് ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.